കരോട്ടൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലൂടെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തരുന്ന ഭാഗ്യ പദവിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഡാളസിന്റെ പ്രദേശത്ത് വരുന്നുവെങ്കിൽ ദയവായി കടന്നു വരിക. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. Hallelujah, അവൻ സാധ്യമാകൻ. Hallelujah, അവൻ സൗഖ്യദായകൻ. Hallelujah, അവൻ ആത്മരക്ഷകൻ. Hallelujah, അവൻ സൗഖ്യദായകൻ. Hallelujah, ശുദ്ധാത്മദായകൻ. നമ്മെ ഒരു കേടുമേ. Hallelujah, ശുദ്ധാത്മദായകൻ. നമ്മെ നിത്യതയ്ക്കായി ഒരു കേടുമേ. രോഗങ്ങളവൻ വഹിച്ചതിനാൽ എല്ലാം വേദനയും അവൻ ചുമന്നതിനാൽ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയർ തുടങ്ങിയ കാലം മുതൽ ഇതിൽ ശുശ്രൂഷിച്ച് അനേക വിടുതലുകൾ കാണുവാനിടയായി. ശ്രോതാക്കളായിട്ടുള്ള എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവരായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇത് നടക്കുന്ന ഭവനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഭവനമാണ്. ഒരു സമയത്ത് ഈ കർത്താവിന്റെ ദാസന്റെ ഭവനത്തിൽ ഞാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഇവിടെ ആരും വന്നില്ലെങ്കിലും, അന്ന് എന്നെ മോനച്ചൻ ബ്രദർ എന്നാണ് വിളിക്കുന്നത്, ഇപ്പോഴും പലപ്പോഴൊക്കെ മോനച്ചൻ ബ്രദർ എന്ന് വിളിക്കും, മോനച്ചൻ പാസ്റ്റർ എന്ന് വിളിക്കും, പലതും വിളിക്കും. ആരും വന്നില്ലെങ്കിലും ഞാനും എൻ്റെ ഭാര്യയുമുണ്ട്. ഇത്ര അനുഗ്രഹിക്കപ്പെട്ടതായി ദൈവദാസന്റെ കുടുംബത്തിൽ അനേക വർഷങ്ങളായി ഞായറാഴ്ച വൈകുന്നേരം നടക്കുന്ന ഈ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് നിങ്ങൾ ആരെങ്കിലും ഡാളസിൽ കടന്നു വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കടന്നു വരാം, ഇതിൽ സംബന്ധിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വിടുതലിൻ്റെ ശുശ്രൂഷ പല ദൈവദാസന്മാരെ കൂടി നിങ്ങൾക്ക് അനുഭവിക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ അത് വിടുതലും ആശ്വാസമായി തീരുവാൻ ഇടയായി തീരും. ഈ ടെലിവിഷൻ മിനിസ്ട്രിയിലൂടെ നിങ്ങൾക്കിത് അനുഗ്രഹമായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശീർവദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ ഒരുക്കിയ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് ഈ സമയം ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഞാൻ അറിയിക്കട്ടെ.
2005 ഒക്ടോബർ മാസം 11 എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു ദിവസമാണ്. ലോകപ്രകാരം ഈ ലോകത്തിൽ ഞാൻ മാറ്റപ്പെട്ട ഒരു ദിവസമാണ് 2005 ഒക്ടോബർ മാസം 11 എന്ന് പറയുന്നത്. പകൽക്കാലം എന്റെ ഭാര്യയുമായി ചെയ്ത ഒരു കമ്മിറ്റ്മെന്റ്, 6 മണിക്ക് ഭവനത്തിൽ എത്തിച്ചേരാമെന്നുള്ള ഒരു വാഗ്ദാനം, അത് പാലിക്കുവാനായി ജോലിയിൽ നിന്ന് പുറത്തിറങ്ങി ചാപ്പക്കോ എന്ന സ്ഥലത്ത് നിന്ന് ന്യൂയോർക്കിലെ ന്യൂ സ്റ്റേറ്റ് ഹൈവേയിലൂടെ ഞാൻ യാത്ര ചെയ്യുകയാണ്. 65 മൈൽ സ്പീഡില് യാത്ര ചെയ്യുമ്പോൾ എന്റെ വാഹനത്തിൽ എനിക്ക് അധികം മതിപ്പുണ്ടായിരുന്നു. വളരെ മനോഹരമായ പുതിയ എല്ലാ സജ്ജീകരണവുമുള്ള വാഹനമാകയാൽ അതിൽ തന്നെ ഒരു പ്രൗഢ എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. വാഹനം എന്റെ കയ്യിൽ നീക്കുമെന്നുള്ള വലിയ ഉറച്ച വിശ്വാസത്തോടു കൂടി വാഹനം വളരെ വേഗത്തിൽ 5 ലൈനിലുള്ള 5ാമത്തെ ലൈനിലൂടെ ഞാൻ പുറത്തെ ലൈനിലൂടെ വളരെ വേഗത്തിൽ യാത്ര ചെയ്ത് നയാക്കുന്ന പ്രദേശത്തെത്തുമ്പോൾ 4ാമത്തെ ലൈനിൽ നിന്ന് 2 പെൺകുട്ടികൾ, 20 വയസ്സ് മാത്രം പ്രായമുള്ള 2 പെൺകുട്ടികൾ 4ാമത്തെ ലൈനിൽ നിന്ന് 5ാമത്തെ ലൈനിലേക്ക് ക്രോസ് ചെയ്ത് നയാക്ക് ഹോസ്പിറ്റലിന്റെ എക്സിറ്റ് ഇറങ്ങുകയാണ്. ഏതാണ്ട് 4 അടി മാത്രം മുൻപിലായി വണ്ടിയിൽ കുറുകെ ചാടുമ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് കടന്നു വന്ന ഒരു സംഭവം മറ്റൊന്നുമല്ല, അടുത്ത ദിവസം പ്രഭാതത്തിൽ ന്യൂ സിറ്റിയിലെ കോർട്ട് ഹൗസില് 2 പേരുടെ മരണത്തിന് കാരണമായി കുലക്കുറ്റവുമായി നിൽക്കുന്ന ഒരു പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. പെട്ടെന്ന് ഞാൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. ആ കാലുകൾ വളരെ വേഗത്തിൽ അമർത്തി ചവിട്ടി ബ്രേക്കിലേക്ക് അമിത വേഗം ചവിട്ടിയപ്പോൾ ഒരു ഫിസിക്സ് അധ്യാപകൻ എന്ന നിലയിൽ every action there is an equal and opposite reaction എന്ന് പഠിപ്പിച്ചു പരിചയമുള്ള എനിക്കറിയാം ബ്രേക്ക് അങ്ങനെ കാറ്റ് ചവിട്ടിയാൽ പ്രത്യാഘാതമുണ്ടെന്ന്. എന്നാൽ ആ സാഹചര്യത്തിൽ മറ്റൊന്നും നോക്കുവാൻ കഴിയാതെ എന്റെ കാലുകൾ വളരെ വേഗത്തിൽ ആ ബ്രേക്കിലേക്ക് പോയി. പറയട്ടെ, 4 അടി മാത്രം ദൂരമുള്ള ആ കാലിൽ ആ വണ്ടി അവിടെ നിൽക്കുകയുണ്ടായി, പിടിച്ചു നിർത്തിയ പോലെ. കാരണം പുതിയ ബ്രേക്ക് ആയിരുന്നു, പുതിയ വണ്ടിയായിരുന്നു, പുതിയ ടയറായിരുന്നു. പറയട്ടെ, അതിന്റെ പ്രത്യാഘാതം എന്ന വണ്ണം മുൻപിൽ 4 അടി വീതിയില് 4 അടി ദൂരത്തിലായി ക്രോസ് ചെയ്ത വണ്ടിയെ ആ ഡോറിൽ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് എന്റെ വണ്ടി അവിടെ നിൽക്കുകയും അതിന്റെ റിയാക്ഷന്റെ ഫലമായി എന്റെ വണ്ടി ആ പ്ലെയിനായ സ്ഥലത്ത് ഓവർടേൺ ചെയ്യുവാനായി തുടങ്ങി. 1ാമത്തെ പ്രാവശ്യം അത് ഓവർടേൺ ചെയ്തു. ഇത് വീലുകൾ 4 മുകളിലായിരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് ഒരു തോന്നൽ വന്നു, എന്റെ ജീവിതത്തിന്റെ അവസാനമാണ്. ഞാൻ വളരെ വേഗത്തിൽ എന്റെ ഭാര്യയോട് യാത്ര പറഞ്ഞു. എന്റെ കാര്യം മനസ്സിലായി, ടാങ്ക് പൊട്ടി, ഗ്യാസാണ് അകത്തേക്ക് വരുന്നത്. അടുത്ത നിമിഷത്തിൽ ഗ്യാസ് കൊണ്ട് ഞാനൊരു തീക്ക് ഇരയായിട്ട് ഞാൻ പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കുവാനായി കഴിഞ്ഞു. എന്നാൽ പറയട്ടെ, വീണ്ടും 3ാമത്തെ പ്രാവശ്യത്തിലേക്ക് റോൾ ഓവർ തുടങ്ങുമ്പോൾ സകലത്തിനോടും യാത്ര പറഞ്ഞ് മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് പ്രൈസ് ഗോഡ് ആ സ്റ്റിയറിംഗിൽ ബലമായി പിടിച്ചുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ 3ാമത്തെ പ്രാവശ്യം 4 വീലും മുകളിലായി ആ വാഹനം നിൽക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇപ്പോൾ പറയാൻ വളരെ എളുപ്പമാണ്, എന്നാൽ അന്ന് സമയത്ത് ഹൃദയത്തിലൂടെ കടന്നുപോയ വേദന, ഹൃദയത്തിന്റെ അവസ്ഥ ഈ ലോകത്തോടുള്ള യാത്ര പറച്ചിൽ അത്ര ഈസി ആയിരുന്നില്ല. മാന്യമായ ജോലിയുള്ള, മാന്യമായ എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ന്യൂയോർക്കിൽ വളരെ ശാന്തനായി ഇത് വസിക്കുന്ന സമയമാണ് 2005 എന്ന് പറയുന്നത്. പറയട്ടെ, 4 വീലുകളും മുകളിലായി നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ വണ്ടി സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഞാൻ അവസാനം എന്റെ സീറ്റ് ബെൽറ്റ് വലിച്ചൂരി ബലമായി അതിൽ പിടിച്ചുകൊണ്ട് തലകുത്തി കിടക്കുകയാണ്. ഞാൻ ഒരു മീൻ എങ്ങനെ വെള്ളത്തിലൂടെ നീന്തുമോ അതുപോലെ പൊട്ടിയതായ വിൻഡോയിലൂടി 2 കൈകൾ പുറത്തേക്കിട്ട് ശാന്തനായി പുറത്തേക്ക് വരുമ്പോൾ എതിരെ വന്ന വാഹനങ്ങളൊക്കെ ഓടി വന്ന് അവിടെ നിർത്തിയിട്ട് എന്നെ രക്ഷിക്കുവാനായി ഒരു വലിയ ജനത്തിന്റെ കൂട്ടം അവിടെ കാണുവാനായി കഴിഞ്ഞു. 30-ലധികം ആളുകൾ ശവം പുറത്തെടുക്കുവാനായി ഓടി വരുമ്പോൾ ശാന്തനായി 2 കൈകളും പുറത്തേക്കിട്ട് ഞാൻ പുറത്തേക്ക് വരികയാണ്. എന്നെ മറ്റുള്ളവരുടെ സഹായത്തോടെ എന്നെ പുറത്തിറക്കി
ഞാൻ പറയട്ടെ, അന്നിട്ടിരുന്ന ഷർട്ടാണ് ഇന്ന് വിട്ടിരിക്കുന്നത്. ഒരു തുള്ളി രക്തം വരാതെ, ഒരു ശരീരത്തിൽ ഒരു മുറിവ് പോലും വരാതെ, രക്തം കാണാതെ അന്ന് വാഹനത്തിൽ നിന്ന് പുറത്തു വന്നത് പ്രൈസ് ഗോഡ്. മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ പ്രൊട്ടക്ഷനാ. ദൈവത്തിന്റെ അധിക പ്രൊട്ടക്ഷനിലാണ് ദൈവം നമ്മെ പരിപാലിക്കുന്നത്. ഹല്ലേലൂയ. ഓ കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ, തിരമാലകൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യത്തിലും അഞ്ചടിക്കാറുണ്ട്. എന്നാൽ ആ തിരമാലകളിൽ നമ്മെ നടത്തുന്ന, നമ്മെ നിർത്തുന്ന, നമ്മെ ഓടിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമ, സഹായിക്കുന്ന കരമ ഇത് നാം അനുഭവിക്കുന്നത്. അല്പസമയത്തെ ചിന്തയ്ക്കായി അപ്പോസ്തല പ്രവർത്തന പുസ്തകം 27-ാം അധ്യായം അതിന് 25-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 25-ാം വാക്യം. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടിരിക്കുവിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഈ പ്രത്യേക വേദഭാഗം നമുക്ക് പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ a message of reconciliation, a message of word നമുക്കിവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. എന്തായാലും പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഒരു നിരാശയുടെ നടുവിൽ ആശകൾ മുഴുവൻ നഷ്ടപ്പെടുമ്പോൾ മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കഴിയാതെ എല്ലാ വാതിലുകളും അടയുമ്പോൾ അതിന്റെ നടുവിൽ ഒരാശ്വാസമായി കടന്നു വരുന്ന, മുങ്ങുമ്പോൾ കച്ചിത്തുരുമ്പോ അവന് ആശ്രയം എന്ന് പറഞ്ഞുകൊണ്ട് ഏതിലും കടന്നു പിടിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ലോകത്തോട് യാത്ര പറയുമ്പോൾ, സകലതും വിട്ടുമാറുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ആശ്വാസം കിട്ടിയാൽ, ഒരു വാക്കുകൊണ്ട് മനുഷ്യന് ഒന്ന് എൻകറേജ് ചെയ്യുവാനായി കഴിയും. ഈ സംഭവം നടക്കുന്നത്, ഈ വേദഭാഗം നടക്കുന്നത് ഒരു കൊടുങ്കാറ്റിന്റെ നടുവിലാണ്. വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി സൂര്യനെയോ ചന്ദ്രനെയോ കാണുവാൻ കഴിയാതെ, വെട്ടം ലഭിക്കാതെ, ഇരുണ്ടുമൂടിയ, ഇരുളടഞ്ഞ, ഭയാനകമായ ഒരു കൊടുങ്കാറ്റിന്റെ നടുവിൽ ഇതൊരു കപ്പലിന്റെ അവസ്ഥയാണ്. പലപ്പോഴും എന്റെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ള കൊടുങ്കാറ്റിന്റെ അവസ്ഥകൾ വന്നിട്ടുണ്ട്. നാം എന്ത് ചെയ്യും? കൊടുങ്കാറ്റുകളുടെ നടുവിൽ നിൽക്കുമ്പോഴേ അതിന്റെ വേദന, അതിന്റെ തിക്ത അനുഭവങ്ങൾ, ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ കടന്നു പോകുന്ന സാഹചര്യം ആളിന് മനസ്സിലാവുകയുള്ളൂ. ഒരു ക്യാൻസർ രോഗിക്ക്, ആ വേദന സഹിക്കുന്ന രോഗിക്ക് മാത്രമേ ഒരു ക്യാൻസറിന്റെ വേദന എന്തെന്ന് പറയുവാനുള്ളൂ. അടുത്തുപോയി പ്രാർത്ഥിക്കുന്ന എനിക്ക്, അടുത്തുപോയി സഹോദര കുഴപ്പമില്ല ശാന്തമാകാൻ പറയുന്ന എനിക്ക് അതിന്റെ വേദന മനസ്സിലാവുകയില്ല. എന്നാൽ ഞാൻ അതിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കതിന്റെ വേദന മനസ്സിലാക്കുവാൻ കഴിയും. നാം ഏത് സാഹചര്യത്തിലൂടെയെങ്കിലും കടന്നു പോകുമ്പോഴാണ് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലൂടെ, സാമ്പത്തിക തകർച്ചയിലൂടെ, ഭൗതികമായ വിഷയത്തിലൂടെ, ആത്മീയമായ വിഷയത്തിലൂടെ, ശാരീരികമായ വിഷയത്തിലൂടെ, ഓരോ കൊടുങ്കാറ്റുകളുടെ നടുവിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പറയുന്നതിനപ്പുറമായി ജീവിതത്തിൽ ഒന്ന് അനുഭവിക്കുവാൻ കഴിയുമ്പോൾ, അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞത്, അനുഭവിക്കുമ്പോൾ മാത്രമേ അതിന്റെ തിക്തത മനസ്സിലാവുകയുള്ളൂ. പിന്നത്തേതിൽ പറയുമ്പോൾ ആ വേദന കാണുകയില്ല, അത് ഓർക്കുവാൻ കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യന്റെ അനുഭവത്തെ മാറ്റുവാൻ, ഒരു മനുഷ്യന്റെ വേദനയെ മാറ്റുവാൻ മറ്റാർക്കും കഴിയുകയില്ല. എന്നാൽ കഴിയുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നെന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാൻ കഴിയും പ്രതിസന്ധികളെ കുറിച്ച്, പ്രതികൂലത്തെ കുറിച്ച്. എന്നാൽ നമ്മുടെ സാമ്പത്തിക തകർച്ചയുടെ നടുവിൽ,
നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളുടെ നടുവിൽ, ജോലിയിലെ വിഷയങ്ങളുടെ നടുവിൽ, കുടുംബത്തിന്റെ വിഷയങ്ങളുടെ നടുവിൽ, തലമുറയുടെ വിഷയത്തിന്റെ നടുവിൽ ഇന്ന് രാത്രി ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ആരെങ്കിലും വിഷമിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ, എന്റെ തലമുറയിൽ, എന്റെ ജോലിയിൽ, എന്റെ ശരീരത്തിൽ, എന്റെ ആരോഗ്യത്തിൽ എന്ന് ചോദിക്കുന്നുവെങ്കിൽ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഞാൻ പറയട്ടെ, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്നിലൂടെ ചില ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിന്നെ കടത്തിവിട്ടത് വെറുതെയല്ല, എന്റെ ദൈവം അറിയാതെയല്ല, ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ് നിന്റെ ജീവിതത്തിന് ഓരോ സാഹചര്യത്തിലൂടെയും നിന്നെ കടത്തിവിടുന്നതെന്ന് ഇന്ന് രാത്രി ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ. നമുക്കൊക്കെ നാവിഗേഷൻ, GPS ധാരാളമുള്ള കാലമാണല്ലോ. വഴി അറിയത്തില്ലെങ്കിൽ അഡ്രസ് കുത്തിയിട്ട് പോയാൽ മേക്ക് എ ലെഫ്റ്റ്, റൈറ്റ്, ഇമ്മീഡിയറ്റ്, യു ടേൺ ഒക്കെ പറഞ്ഞിട്ട് എത്തേണ്ട സ്ഥാനത്ത് നമ്മെ കൊണ്ടെത്തിക്കും. എന്നാൽ നാവിഗേഷൻ ഇല്ലാത്തൊരു കാലഘട്ടം, നാവിഗേഷൻ ഉണ്ടെങ്കിലും വർക്ക് ചെയ്യാത്തൊരു കാലഘട്ടം, ലോകത്തിന്റെ എല്ലാ നാവിഗേഷനും നഷ്ടപ്പെടുമ്പോൾ, ലോകത്തിന്റെ എല്ലാ ആശകളും നഷ്ടപ്പെടുമ്പോൾ, അവിടെ വായിക്കുവാൻ കഴിയുന്നുണ്ട്, ദിവസങ്ങളായി പട്ടിണിയായി, ബോട്ടിൽ ഉണ്ടായിരുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ്, സകല ബോട്ടുകൾ സർവ രക്ഷാമാർഗങ്ങളും വലിച്ചെറിഞ്ഞ് സ്വയരക്ഷയ്ക്ക് വേണ്ടി ആ ബോട്ട് ശ്രമിക്കുമ്പോൾ, മെലിറ്റ ദ്വീപിന്റെ സൈഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ച് അവർ തകർന്നു വീഴുമ്പോൾ, അവർ താഴേക്ക് പോകുമ്പോൾ, ജീവിതത്തിന്റെ സകല ആശകളും നഷ്ടപ്പെടുമ്പോൾ, ഓ ജീവിതത്തിൽ ഇനിയും ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ലെന്ന് ചിന്തിക്കുമ്പോൾ, അതിന്റെ നടുവിലാണ് നമുക്കിവിടെ വായിക്കുവാൻ കഴിയുന്നത്. 22-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിക്കുവിൻ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങൾ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. പ്രൈസ് ഗോഡ്. ഏത് സമയമാ? ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി ഭക്ഷണം കഴിക്കുവാൻ വകയില്ലാതെ, സൂര്യനെയോ ചന്ദ്രനെയോ കാണുവാൻ കഴിയാതെ, ഇരുളടഞ്ഞ അവസരത്തിൽ പ്രാണൻ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായി ബോട്ട് പാറകളിൽ തട്ടി തകർന്നടിഞ്ഞ് ജീവിതത്തിന്റെ ഒരാശയമില്ലാതെ മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ ആശകളും നഷ്ടപ്പെട്ട ഒരു പറ്റം ജീവിതത്തിന്റെ നടുവിൽ നാം വായിക്കുകയാ, അന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ അരികിൽ നിന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഒരു ആശകളും ഇല്ലാതെ മുൻപോട്ട് പോകുവാൻ വഴിയില്ലാതെ തീരുമ്പോൾ, 4-ാം യാമത്തിൽ നമുക്ക് വേണ്ടി അവൻ ദൂതനെ അയക്കുകയാണ്. പറയുകയാണ്, ധൈര്യത്തോടിരിപ്പീൻ. നാം പലപ്പോഴും ഭയപ്പെട്ടു മാറും, നിരാശപ്പെടും, എന്റെ ജീവിതത്തിൽ ഇനിയും ആശയില്ലെന്ന് പറയും. എന്നാൽ വചനം പറയുന്നു, ധൈര്യപ്പെടുവീൻ. നിന്റെ ജീവിതത്തിന്റെ 4-ാം യാമത്തിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്നും ജീവിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് മനസ്സിലാകുവാൻ കഴിയുന്നത്, പൗലോസിന്റെ സഹയാത്രക്കാരും കൂടി യാത്ര ചെയ്യുമ്പോൾ, ഇത് അങ്ങോട്ട് കടന്നു പോകുമ്പോൾ അവിടെ പറയുന്നുണ്ട്, പലരും പറഞ്ഞു പോകരുത്. പൗലോസ് വളരെ പ്രാവശ്യം പറഞ്ഞു, വണ്ടി മുൻപോട്ട് വിടരുത്, നാം ഇവിടെ നിൽക്കുക, മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല, നാശം സംഭവിക്കും, പ്രാണന് നാശം സംഭവിക്കും. വാക്ക് കേട്ടില്ല, കപ്പിത്താൻ മുൻപോട്ട് ഓടിക്കുകയാണ്. മുൻപോട്ട് പോയി എന്താ സംഭവിച്ചത്? ഒരു വലിയ തകർച്ചയുടെ നടുവിൽ അവർ ആയിത്തീരുകയാണ്. ഈശാനമൂലൻ ആഞ്ഞടിക്കുകയാണ്.
അവിടെ ആ ബോട്ടിന്റെ നാവിഗേഷൻ നഷ്ടപ്പെടുകയാണ്, ഗതികൾ നഷ്ടപ്പെടുകയാണ്. മുൻപോട്ട് പോകുവാൻ കഴിവില്ലാതെ, അത് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വരുമ്പോൾ, എല്ലാ കമ്പ്യൂട്ടറുകളും നിശബ്ദമാകുമ്പോൾ, എല്ലാ കമ്പ്യൂട്ടറുകളും നിശ്ചലമാകുമ്പോൾ, ഇതാ ദൈവത്തിന്റെ കരം അവിടേക്ക് ഇറങ്ങി വരികയാണ്. എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിൽ സന്തോഷിക്കുക. അതിന്റെ നടുവിൽ ദൈവത്തിന് നിന്നിൽ ഒരു പ്രവൃത്തി ചെയ്യുവാനുണ്ട്. ദൈവത്തിന്റെ ദൂതൻ ഇടപെടുന്നത് അപ്പോഴാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടെയാണ് കാണുവാൻ കഴിയുന്നത്, എല്ലാവരും മെസ്സായിരിക്കുമ്പോൾ, എല്ലാവരും നിരാശയായിരിക്കുമ്പോൾ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുമ്പോൾ, അതിന്റെ നടുവിൽ ഇതാ ദൈവത്തിന്റെ ഒരു വചനം വരികയാണ്. നമുക്കവിടെ 23-ാം വാക്യത്തിൽ കാണുന്ന ഒരു വാക്യമുണ്ട്, അവന്റെ സാന്നിധ്യം. ആ ദൂതൻ എന്റെ അടുക്കൽ വന്നു, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നതുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ സാന്നിധ്യം. പ്രൈസ് ഗോഡ്. അതൊരിക്കലും മാറുന്നതല്ല, അത് സ്ഥിരം നിൽക്കുന്നതാ. ദൈവത്തിന്റെ സാന്നിധ്യമാ കൂടെയുള്ളത്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് വിഷയത്തില്, ഭൗതികമായ വിഷയത്തില്, ശാരീരികമായ വിഷയത്തില്, തലമുറയുടെ വിഷയത്തില്, നീ രോഗത്തില്, നിന്റെ ദുഃഖത്തില്, നിന്റെ ജോലിയില്, വിവിധ ഭാരത്തിൽ നിന്ന് നീ കടന്നു പോകുന്നുവെങ്കിൽ ഇനി ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, നിനക്ക് ആവശ്യം ദൈവത്തിന്റെ സാന്നിധ്യമാ. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ സകലതുമുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നിനക്ക് സകലതും ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെയാണ് പറയുകയാണ്, പൗലോസിന്റെ സാഹചര്യത്തിൽ കൂടെ പോകുന്ന യാത്രക്കാരുടെ നടുവില് ഇതാ ഒരു വെളിപ്പാട് കാണുകയാണ്. ഹല്ലേലൂയ. ദർശനത്തിലൂടെ പൗലോസ് കാണുകയാണ്, ദൂതൻ അടുത്ത് വരികയാണ്. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മെ അറിയിക്കാതെ ദൈവം നമുക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യുകയില്ല. എന്റെ ജീവിതത്തിന്റെ അനുഭവമാ, എന്റെ ജീവിതത്തിന്റെ അനുഭവമാ. എന്റെ ദൈവം എന്നോട് അറിയിക്കാതെ ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല. എന്റെ ദൈവം വിശ്വസ്തൻ, എന്റെ ദൈവം നല്ലവൻ, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാ. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഡാളസിന്റെ പ്രദേശത്ത് നിന്നുകൊണ്ട് ദൈവവുമായി നിൽക്കുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് മാത്രമാ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അന്ന് നയാക്കിൽ കാറ് റോൾ ഓവർ ചെയ്തു ലോകത്തോട് ഞാൻ യാത്ര പറഞ്ഞവനാ. എന്നാൽ എന്റെ ഭാര്യയുടെ സഹോദരിയുടെ പ്രാർത്ഥനയുടെ ഫലമായി, ഹല്ലേലൂയ, അവർ ദൈവ ആത്മാവിൽ ശത്രുവിനെ ശാസിച്ചതിന്റെ ഫലമായി ജീവനോട് ഒരു പോറൽ പോലുമില്ലാതെ ഈ ഡാളസിന്റെ പ്രദേശത്ത് കടന്നു വന്ന് ഇന്ന് രാത്രിയും ദൈവം ശുശ്രൂഷിക്കുവാൻ കഴിയുന്ന മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ സാന്നിധ്യമാ. ഞാൻ പറയട്ടെ, ലോകത്തിന്റെ ഒരു ശക്തിയും അല്ല എന്റെ ജീവനെ രക്ഷിച്ചത്. ദൈവത്തിന്റെ ദൂതൻ എന്ന കാറിന്റെ അകത്തേക്ക് ഇറങ്ങി വന്നതാ, ഹൈവേയിലേക്ക് ഇറങ്ങി വന്നതാ. കാരണം എന്താണെന്നറിയാമോ? 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പൗലോസ് നീ ഭയപ്പെടരുത്, കൈസർ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. പൗലോസ് ദൈവത്തിന്റെ വകയാ. ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ഗാഡ്. നാം ആരുടെ വകയാ? ദൈവത്തിന്റെ വകയെങ്കിൽ ഞാൻ പറയട്ടെ, ആ നിത്യതയിൽ നാം കാണും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവത്തെ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ, ദൈവകൽപ്പന അനുസരിക്കാതെ നിത്യത്തിലെത്തുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കുടുംബത്തിൽ വേണമോ? നിന്റെ ജീവിതത്തിൽ വേണമോ? ദൈവത്തിന്റെ വകയായി നീ തീരണം. എപ്പോഴാണ് ദൈവത്തിന്റെ വകയായി തീരുന്നത്? ദൈവത്തിന്റെ വചനം അനുസരിക്കുമ്പോൾ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വകയായി തീരുകയാണ്. ഇവിടെ പറയുകയാണ്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാ. ഒരു വാഗ്ദത്തമുണ്ട്. അപ്പോൾ പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിന്റെ ദർശനത്തെ പലകമേൽ തെളിവായി എഴുതുക. അത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രിയ സഹോദര, പ്രിയ സഹോദരി, കഴിഞ്ഞ നാളുകൾ നമ്മുടെ ജീവിതത്തിൽ എത്രയോ വാഗ്ദാനങ്ങൾ പ്രാപിച്ചതാ, എത്രയോ ദൈവശബ്ദം കേട്ടതാ, എത്രയോ ദൈവദാസന്മാർ സംസാരിച്ചത് കേട്ടതാ. പലപ്പോഴും അതിന് ചെവി കൊടുക്കാതെ ആ വാഗ്ദാനങ്ങളെ മറന്ന് ഇന്ന് പകൽക്കാലമായിരിക്കുന്നുവെങ്കിൽ ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഒരു മടങ്ങി വരവ് ദൈവവചനത്തിലേക്ക്, ദൈവ പ്രവൃത്തിയിലേക്ക്,
ദൈവിക വാഗ്ദാനത്തിലേക്ക് ഇന്ന് മടങ്ങി വന്നാട്ടെ. ഹല്ലേലൂയ. സമയക്കുറവ് കൊണ്ട് ഞാൻ അനുഭവത്തിലേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് തറപ്പിച്ചുറപ്പിച്ച് പറയുവാൻ കഴിയും, എന്റെ ദൈവം കളവ് പറയുവാൻ മനുഷ്യനല്ല. എന്റെ ദൈവം പറഞ്ഞത് അതുപോലെ എന്റെ ജീവിതത്തിൽ ചെയ്തെടുത്തുവെങ്കിൽ അവൻ വാക്കുമാറാത്ത ദൈവമാണെങ്കിൽ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഇനി വചനം കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന വിഷയം എന്തെന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ വകയാണെങ്കിൽ, ദൈവത്തിന്റെ ഹിതപ്രകാരം അടുത്തു വരുന്നുവെങ്കിൽ, ദൈവത്തിന് നിങ്ങളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. There is a purpose in your life, in God's plan. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയെ മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, ഭയപ്പെടേണ്ട പൗലോസേ, നീ ഭയപ്പെടേണ്ട പൗലോസേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ആ കടലിന്റെ ഉള്ളറകളിലാണ്, നീ ഏകാന്തതയിലാണ്, നീ നിരാശയിലാണ്, സാരമില്ല, അതിന്റെ നടുവിൽ ഞാൻ കടന്നു വരുന്നവരുണ്ട്, ഞാൻ അവിടെയുണ്ട്. നീ എവിടെയാണോ, നിന്റെ സാഹചര്യത്തിൽ, നിന്റെ ബുദ്ധിമുട്ടിൽ, നിന്റെ രോഗത്തിൽ, നിന്റെ വേദനയിൽ, നിന്റെ സാമ്പത്തിക തകർച്ചയിൽ, നിന്റെ ജോലിയില്, നിന്റെ കുടുംബത്തില്, ഓരോ വിഷയത്തിന്റെ നടുവിലും ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യം. അതുകൊണ്ടാണ് നാം വായിച്ചത്, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യത്തോടിരിക്കുവിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇന്ന് ഞാൻ ഈ വചനം കേൾക്കുമ്പോൾ പറയട്ടെ, എന്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ച ദൈവം, എന്നെ കുടുംബമായി നിർത്തിയ ദൈവം, ഞങ്ങളെ മാനിച്ച ദൈവം നിങ്ങളെയും മാനിക്കുവാൻ വിശ്വസിക്കുന്നു. നാം ദൈവത്തിന്റെ വകയാണെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദാനം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി അവൻ എത്തിക്കുക തന്നെ ചെയ്യും. എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ പറയട്ടെ, ന്യൂയോർക്കിന്റെ പ്രദേശത്ത് ആക്സിഡന്റ് നടുവിൽ, വാഹനത്തിന് നടുവിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് രക്ഷിച്ചുവെങ്കിൽ, ഈ 2012 ദൈവത്തിനുമായി നിൽക്കുവാൻ ദൈവം ബലപ്പെടുത്തിയത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ സാന്നിധ്യമാ, ദൈവത്തിന്റെ വാഗ്ദാനമാ, ദൈവത്തിന്റെ പദ്ധതിയാ, ദൈവത്തിന്റെ പ്ലാനാകിയാ. ഇന്ന് രാത്രി ഈ വചനം കേട്ട ഓരോരുത്തരെയും ഈ ദൈവകൃപയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ, ഒരു 4-ാം യാമത്തിന്റെ അനുഭവത്തിലാണെങ്കിൽ, ഒരു ഇരുട്ടിന്റെ അനുഭവത്തിലാണെങ്കിൽ, ഒരുമിച്ച് തലകളെ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത് വിടുതലായിരിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരുടെ ജീവിതത്തിന്റെ സാഹചര്യം അടിയൻ അറിയുന്നില്ല, അവരുടെ നിരാശകൾ അടിയൻ അറിയുന്നില്ല, പ്രതിസന്ധികൾ അറിയുന്നില്ല. കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ വചനം ശ്രമിക്കുമ്പോൾ, അതിവേഗമോടുന്ന വചനത്തിന്റെ ശക്തി കടന്നു ചെന്ന് അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ, അവരുടെ തലമുറയിൽ, അവരുടെ സാമ്പത്തികത്തിൽ, അവരുടെ ആരോഗ്യത്തിൽ, അവരുടെ രോഗത്തിൽ അത് വിടുതലായി തീരണമേ. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കരോട്ടൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിന്റെ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ സന്തോഷം പകർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക. സ്ക്രീനിൽ കാണുന്ന ടെലിഫോൺ നമ്പറിൽ വിളിക്കുക. പാസ്റ്റർ മാത്യു സി സാമുവൽ, ഇവാഞ്ചലിസ്റ്റ് P.I. ഫിലിപ്പ് എന്നിവരുമായി നിങ്ങൾ ബന്ധപ്പെടുക. ദൈവം വിടുതലിന്റെ ദൈവമാണ്, നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. അവനിലൂടെ നമുക്ക് വിടുതൽ പ്രാപിച്ചെടുക്കാം. TV പ്രോഗ്രാമിലൂടെ ദൈവവചനം കാണുവാൻ സാധിച്ച നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. വീണ്ടും വരിക. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കണം.